അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അപ്പം ഞാൻ ഈ മാസം ആദ്യം വന്നിരുന്നു ഇവിടെ അച്ഛന് തലയെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ അവളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. കാലിൻ്റെ അടിയിൽ വേദന ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവളൊന്നും പറഞ്ഞില്ല, അവൾക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ അങ്ങനെ 3 ആണിയുണ്ട് കാലിൽ, നല്ല പഴുത്തിട്ടുണ്ട് പറഞ്ഞപ്പോൾ സൗഖ്യമാക്കിപ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ദൈവമേ ഈശോ എല്ലായിടത്തും മാറ്റി ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കുമ്പോൾ ഞാൻ ഫോണിൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നോക്കുമ്പോൾ ഒന്നുമില്ല കാലിൽ, വലത് കാലിൻ്റെ അടിവശമാണ്. അപ്പം മുഴുവനും ഈശോ മാറ്റി കൊടുത്തു. പിന്നെ ഇവള് 10ാം ക്ലാസ് ഇപ്പോൾ +1 കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷ പങ്കെടുത്ത് അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ ചോദിക്കുന്നത് കല്ലാണിയുണ്ടെന്ന്. ശുശ്രൂഷയിൽ പങ്കെടുത്തിരുന്നു, ഒരു വചനം കേട്ടിരുന്നു, കുർബാനയിൽ പങ്കെടുത്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ആണി രോഗം 3 ആണിയുണ്ടായിരുന്നു. ആണി പഴുത്തായിരുന്നത്. ആ 3 ആണിയും അതിനുശേഷം ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. നല്ല വേദന ഉണ്ടായിരുന്നു അവൾക്ക്. ചെരുപ്പിടാനൊക്കെ ഭയങ്കര, തൊടാനൊന്നും സമ്മതിക്കുകയുണ്ടായിരുന്നില്ല. പിന്നെ അവൾ 10ാം ക്ലാസ്സിൽ മോഡൽ എക്സാമിന് 2-3 വിഷയത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് അച്ഛനോട് വീണ്ടും ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം അച്ഛൻ, അവൾക്ക് വരാൻ പറ്റിയില്ല, അപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പിന്നെ എല്ലാത്തിലും പാസ്സായി. 2ാമത് എഴുതേണ്ടി വന്നില്ല. പിന്നെ ഇപ്പോൾ +1 ഞാൻ ജയമാത കോളേജിൽ ചേർത്തുകയും ചെയ്തു.